നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇൻസ്റ്റന്റ് ഹെയർ ഡൈ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പം നെറ്റിയുടെ മുമ്പിൽ കാണുന്ന കുറച്ച് നരയൊക്കെ 1 മിനിറ്റ് കൊണ്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് ഹെയർ ഡൈ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി ബോട്ടിൽ അടച്ച് സൂക്ഷിച്ചാൽ അർജന്റായി എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പം നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതുണ്ടാക്കാൻ തുടങ്ങാം. ഇതുണ്ടാക്കാനായി ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് നെല്ലിക്ക പൗഡറാണ്. മുടിയുടെ സംരക്ഷണത്തിന് നെല്ലിക്കയുടെ പങ്ക് വളരെ വലുതാണ്. 1 ടീസ്പൂൺ നെല്ലിക്കപ്പൊടി എടുക്കാം. ഇത് മൂപ്പിച്ചെടുക്കാൻ ഏറ്റവും ഫ്ലെയിം കുറഞ്ഞ സ്റ്റൗവിൽ തന്നെ വെക്കാം. എന്നിട്ടിത് നന്നായിട്ട് കറുത്ത് വരുന്നവരെ മൂപ്പിച്ചെടുക്കാം. നെല്ലിക്കപ്പൊടി എടുക്കുമ്പോൾ റെഡിമെയ്ഡ് നെല്ലിക്കപ്പൊടി തന്നെ എടുക്കാൻ നോക്കണം. ഇതാകുമ്പോൾ ഒട്ടും തരി ഉണ്ടാവില്ല, നല്ല നൈസ് പൊടിയായിരിക്കും. നൈസ് പൊടി അല്ലെങ്കിൽ നമ്മൾ ക്രീം ഉണ്ടാക്കി തലയിൽ തേക്കുമ്പോൾ മുടിയുടെ മുകളിൽ അതിൻ്റെ തരിയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പം ഇത് നന്നായി കറുത്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായി. ഇപ്പം ഇത് തണുത്തിട്ടുണ്ട്. ഇതുപോലെ കറുത്ത കളറായി വരണം. ഒട്ടും തന്നെ തരിയൊന്നുമില്ല, നല്ല മിനുമിനാന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഉണങ്ങിയ നെല്ലിക്ക ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഇത്ര നൈസായിട്ടൊന്നും പൊടിഞ്ഞു കിട്ടത്തില്ല, തരിയുണ്ടാകും. നമുക്കിതിലേക്ക് വേണ്ടുന്നത് നെല്ലിക്കയുടെ നൈസായിട്ടുള്ള പൗഡറാണ്. ഒട്ടും തരി പാടില്ല. ഇനി ഞാൻ കുഞ്ഞൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അലോവേരയുടെ കാലിയായിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇതിലേക്ക് കുറച്ച് അലോവേര ജെല്ലും പിന്നെ ഇതിലോട്ട് കുറച്ച് ഗ്ലിസറിനൂടെ ഒഴിച്ചു കൊടുക്കാം. അലോവേര ജെല്ല് വാങ്ങിക്കുമ്പോഴെപ്പോഴും ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ നോക്കണം. മുടിയുടെ പല പ്രശ്നങ്ങൾക്കുള്ള പ്രധാന ഔഷധമാണ് കറ്റാർവാഴ. കറ്റാർവാഴ മുടിയെ ഈർപ്പമുള്ളതാക്കാനും തലയോട്ടിയിലെ ചൊറിച്ചിൽ ശമിപ്പിക്കാനും താരൻ കുറയ്ക്കാനും മുടിയെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലിസറിൻ മുടി വളരാനും താരനകറ്റാനും തലയോട്ടിയെ ഈർപ്പമുള്ളതാക്കി വെക്കുകയും തലയോട്ടിയിലെ വരണ്ട സ്കിൻ മാറാനും മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയാൻ സഹായിക്കുന്നു. ഗ്ലിസറിൻ മുടിക്ക് മൃദുത്വവും തിളക്കവും നൽകുന്നു. ഇനി നമുക്ക് വേണ്ടുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. മുടിയുടെ സൗന്ദര്യത്തിന് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഗുളികയാണ് വൈറ്റമിൻ ഇ. ഡ്രൈ ആയിട്ടുള്ള മുടി നല്ല സോഫ്റ്റ് ആക്കി മാറ്റുന്നതിനും അതുപോലെ മുടിക്ക് നല്ല കരുത്ത് കിട്ടുന്നതിനും മുടി കൊഴിച്ചിൽ മാറിക്കിട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്നു. ഇതിലേക്ക് 2 വൈറ്റമിൻ ഇ ഗുളിക എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർക്കാം. നെല്ലിക്കാപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലും കുറച്ച് ഗ്ലിസറിനും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കാപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇത് പോരാ, കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒത്തിരി ലൂസും ആയി പോകരുത്, ഒത്തിരി ടൈറ്റും ആയി പോകരുത്, അതുപോലൊരു പരുവത്തിലാക്കി എടുക്കണം. അതിനനുസരിച്ച് അലോവേര ജെല്ലും ഗ്ലിസറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ക്രീമാക്കി എടുക്കാം. ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എക്സ്പയറി ഡേറ്റ് നോക്കിയതിന് ശേഷം വേണം ഇതിൽ ചേർക്കാൻ. ഇത് കണ്ടില്ലേ, നല്ല കൺമഷി പോലെ ഇരിക്കും. ഇനി ഇത് ഞാൻ എൻ്റെ തലയിൽ തേച്ച് കാണിക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ എത്ര നാൾ വേണേലും കേടാകാതിരുന്നോളും. തലയിൽ തേക്കുമ്പോൾ ഇതുപോലെ കുറച്ച് മാത്രം ബ്രഷേലാക്കിയിട്ട് വെളുത്ത മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായതിന് ശേഷമാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നത്. തലയുടെ മുൻഭാഗത്ത് മുടിക്ക് തിക്നെസ് ഒക്കെ കുറവുള്ളവർക്ക് ഇതേപോലെ ഈ ക്രീം കുറച്ച് ബ്രഷേലാക്കി ഫ്രണ്ടിലുള്ള മുടിക്ക് തിക്നെസ് കുറവാണെങ്കിൽ അവിടെ തേച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കും. ഇത് കണ്ടില്ലേ, ഇതുപോലെ തലയുടെ മുൻവശത്ത് മുടി കുറവുള്ളവർക്ക് ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ മുടിക്ക് നല്ല തിക്നെസ് തോന്നിക്കും. മറ്റ് ഹെയർ ഡൈ ഒക്കെ തേച്ചിട്ട് കഴുകുന്നത് പോലെ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ കുളിക്കുന്നത് അപ്പം ഷാമ്പൂ ഇട്ട് കഴുകി കളഞ്ഞാൽ മതി. ഇതൊരു ക്രീം പോലെ തന്നെയുള്ളൂ. ഇതിൽ കെമിക്കലുകളൊന്നും ചേരാത്തത് കൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം തന്നെ നമ്മുടെ മുടിക്കും തലയോട്ടിക്കും ഗുണം ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ടി വരുന്ന സമയത്ത് ഹെയർ ഡേ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ തലയുടെ മുൻഭാഗത്തെ കുറച്ച് മുടിയൊക്കെ കറുപ്പിക്കാനാണെങ്കിൽ നല്ലതാ. അല്ലാതെ ഇത് പെർമനന്റ് ഹെയർ ഡേ ഒന്നും അല്ല. പെട്ടെന്ന് നെറ്റിയോട് ചേർന്ന് കുറച്ച് മുടിയൊക്കെ കറുപ്പിക്കാമെന്ന് മാത്രം. ഞാൻ പുറത്തു പോകാൻ റെഡിയായതിനു ശേഷമാണ് മുടി കറുപ്പിച്ചെടുത്തത്. ഇത് മുടിയെ പിടിച്ചതിന് ശേഷം ഒന്ന് തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യലാകത്തൊന്നുമില്ല. ഒരു വിരലിൽ തോണ്ടിയെടുക്കുന്ന ക്രീം വെച്ച് എൻ്റെ ഫ്രണ്ടിലെ മുടിയൊക്കെ കറുപ്പിച്ചെടുത്തു. പ്രത്യേകം പറയുക, ഇതൊരു പെർമനന്റ് ഹെയർ ഡേയേ അല്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.